അടുത്തുനിന്ന് കൂടിയാ. എത്ര ചെറിയ പദവിയിലിരിക്കുന്നവരോടും റെസ്പെക്റ്റോടെ പെരുമാറണമെന്ന ഡാഡി എനിക്ക് പറഞ്ഞെന്ന ആദ്യ പാഠം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുകളിലും ഇവരെനിക്ക് താഴെയല്ല, ഒപ്പത്തിനൊപ്പമാണ്. ഇവരെന്നെ കേൾക്കാൻ ചെലവഴിക്കുന്ന 10 മിനിറ്റ് നഷ്ടക്കണക്കിൽ ചേർക്കേണ്ടി വന്നാൽ ഇവരെ കൊണ്ട് ആ നഷ്ടം ഞാൻ നികത്തിക്കില്ല. ഞാൻ കൂടുതൽ സമയം ജോലി ചെയ്ത് ആ നഷ്ടം നികത്തും. കരുണാകരൻ സാർ പേടിക്കണ്ട. നമ്മുടെ ഈ സ്ഥാപനം 25 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. സിൽവർ ജൂബിലി ഗംഭീരമായി ആഘോഷിക്കണമെന്നാണ് ഡാഡിയുടെ തീരുമാനം. നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ നേരിട്ട് ക്ഷണിക്കുകയാണ്. ഫംഗ്ഷന്റെ കാര്യങ്ങൾ മുക്തയും അരവിന്ദനെയുമാണ് ഡാഡി ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഫുഡ് ഉണ്ടാവോ സർ? മുക്ത മറുപടി പറയും. ബുഫയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യനും ചൈനീസും കോണ്ടിനെന്റലും ഒക്കെ ഉണ്ടാവും. ഫുഡ് മാത്രമേ ഉള്ളൂ. മോഹൻ എന്താ പറയാനുണ്ടല്ലോ? എന്താണെങ്കിലും പറഞ്ഞോളൂ. പ്രിയൻ, മോഹൻ എന്താ പറഞ്ഞേ? അത് സർ, ഫുഡ് മാത്രമേ ഉള്ളൂ എന്ന് മോഹൻ ചോദിക്കായിരുന്നു. ഫുഡ് മാത്രമല്ല, വലിയൊരു സെലിബ്രേഷൻ നടക്കാൻ പോകുന്നത്. വേണ്ടതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. മോഹന് വേണ്ടതും. കേട്ടല്ലോ, വലിയൊരു സെലിബ്രേഷനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ പങ്കാളിത്തമാണ് പ്രധാനം. പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സാന്നിധ്യം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. പാട്ട്, ഡാൻസ്, അങ്ങനെ എല്ലാം ഉണ്ടാവണം. ഇത് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ഇവന്റാക്കി നമ്മൾ മാറ്റണം.